ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ കാര്യങ്ങൾ എങ്ങനെ എന്ന് കണ്ടെത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ കർത്താവിൽ നിന്ന് നിങ്ങളോട് പറയുവാനുള്ള പ്രധാനപ്പെട്ടൊരു മെസ്സേജ് ഞാൻ കൈമാറുന്നു. 1, ദൈവം നിങ്ങൾക്കൊരു അടയാളം തരും. 2, ദൈവം നിങ്ങൾക്കൊരിടം കാണിച്ചു തരും. നിങ്ങൾ പാർക്കുന്ന പ്രദേശത്ത് നിങ്ങളുടെ വീടിനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു വലിയ ദൗത്യത്തിൻ്റെയും കർമ്മപദ്ധതിയുടെയും ഭാഗമായിട്ടാണ്. ഉറങ്ങാനും ഉണരാനും ആഹാരം പാകം ചെയ്യാനുമൊക്കെയായി എല്ലാവരും വീടുകൾ ഒരുക്കുമ്പോൾ സ്വർഗത്തിന് തൻ്റെ വിശുദ്ധമായിരിക്കുന്ന കർമ്മപദ്ധതികൾ അലങ്കരിക്കുവാനുള്ള ഒരു വലിയ കേന്ദ്രം എന്ന നിലയിലാണ് നിങ്ങളുടെ ദേശത്ത് നിങ്ങളുടെ വീടിനെ കർത്താവ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭവനത്തിൽ ഇന്നു പകൽ വെളിപ്പെടുന്ന ദൈവസാന്നിധ്യം അസാധാരണമായ ചില കർമ്മ പദ്ധതികളെ അവിടുന്ന് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിനൊത്തവിധം വെളിപ്പെടുത്താൻ പോവുകയാണ്. കർത്താവിൻ്റെ ആ ഒരു വലിയ ഇടപെടലിന് വേണ്ടി നമുക്ക് നമ്മുടെ വീടിനെ ഒരുക്കി നമ്മളെ സജ്ജമാക്കി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ലോകമെങ്ങും എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഇന്നത്തെ ഈ ഒരു പ്രവചനദൂതിൻ്റെ പുത്തൻ അധ്യായത്തിലേക്ക് യേശുക്രിസ്തുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ശുശ്രൂഷയുടെ പര്യവസാനത്തോടനുബന്ധമായി യേശു ചെയ്ത ഏറ്റവും വലിയൊരു ശുശ്രൂഷയാണ് തിരുമേശയുടെ സ്ഥാപനം. പൊതുവെ ക്രൈസ്തവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയണമെങ്കിൽ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനമെന്ന് നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ യേശു അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് ആ കാലഘട്ടത്തിലെ യെരുശലേം ദേവാലയമായിരുന്നില്ല. പകരം കർത്താവ് ഒരു വീടാണ് ഈ വലിയ ശുശ്രൂഷയ്ക്ക് വേദിയായി തിരഞ്ഞെടുത്തത്. നമ്മളുടെ കർത്താവിൻ്റെ പ്രത്യേകതയാണിത്. വലിയ ദേവാലയ സദസ്സുകൾ ഉള്ളപ്പോഴും ആത്മീയതയുടെ വേദിയായി തീരത്തക്ക വിധം മനുഷ്യരുടെ കണ്ണിന് മുമ്പിൽ പ്രസിദ്ധമായിരിക്കുന്ന പല ഇടങ്ങളുള്ളപ്പോഴും ദൈവം അതിനെയെല്ലാം ഒഴിവാക്കി വീടിനെ ആരും ശ്രദ്ധിക്കാത്ത ചില ഇടങ്ങളെ തിരഞ്ഞെടുക്കുന്നു. ഇത് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ഇന്നത്തെ ശക്തമേറിയൊരു ആലോചനയാണ്. ഉന്നതവും ശ്രേഷ്ഠവുമായ ചിലതിനെ മാറ്റി നിർത്തിയിട്ട് അവഗണിക്കപ്പെട്ടതും പേരോ പെരുമയോ ഇല്ലാത്തതായി എവിടെയൊക്കെയോ വഴികളുടെ കോണുകളിൽ ഒതുക്കപ്പെട്ടു പോയതുമായ നിങ്ങളുടെ ജീവിത മണ്ഡലങ്ങളെ തൻ്റെ വലിയ കാര്യങ്ങളുടെ കർമ്മമേഖലയായി വേദിയായി യേശു തിരഞ്ഞെടുക്കാൻ പോകുന്നു. കൽപാത്രങ്ങളെ വീഞ്ഞുകുടങ്ങളിലേക്ക് വിരുന്നുശാലയിലേക്ക് തിരഞ്ഞെടുത്തവൻ തന്നെ തൻ്റെ ദൗത്യത്തിൽ എല്ലാ കാലത്തിലും ഇത്തരത്തിലുള്ള മഹത്തരമായ പദ്ധതി മുന്നോട്ടേക്ക് തുടരുകയാണ്. എവിടെയൊക്കെയോ ഒഴിവാക്കപ്പെട്ടത് കരയുവാനല്ല, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുവാനുള്ളതിൻ്റെ മുന്നൊരുക്കമാണ് എന്ന് തിരിച്ചറിഞ്ഞ കർത്താവിന് ഇന്ന് രാവിലെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്താട്ടെ. യേശു ഈ പ്രസ്തുത ഭവനത്തെ ഒരുക്കുവാൻ അല്ലെങ്കിൽ ആ വീടിനെ സജ്ജമാക്കുവാൻ വേണ്ടി തൻ്റെ ഏറ്റവും ശക്തരായ ശിഷ്യന്മാരായ പത്രോസിനെയും യോഹന്നാനെയുമാണ് പറഞ്ഞയക്കുന്നത്. വൈകിട്ടൊരു അത്താഴ വിരുന്ന് അല്ലെങ്കിൽ ഒരു പെസഹ വിരുന്ന്, ആ പെസഹ വിരുന്ന് ഒരുക്കുവാൻ ഇത്രയും പ്രധാനികളെ തന്നെ പറഞ്ഞു വിടേണ്ടതായിട്ടുണ്ടോ? മറ്റാരെയും വിട്ടാൽ പോരെ. പക്ഷേ യേശുവിന് അതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ദൈവം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് തോന്നാം മറ്റു പലർക്കു വേണ്ടിയും ഇത്രയും വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ തന്നെ ഇറക്കേണ്ടതായിട്ടുണ്ടോ? പക്ഷേ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം കർത്താവ് ഒന്നിനെയും വില കുറച്ച് കാണുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലത് തന്നെ കർത്താവ് അയച്ചു തരും. ഏറ്റവും ശ്രേഷ്ഠമായത് തന്നെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കും. ഏറ്റവും വിലപിടിപ്പുള്ളത് തന്നെ ദൈവത്താൽ നിങ്ങൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്യും. എൻ്റെ ദൈവം എല്ലാം നല്ലത് തന്നെ എനിക്കായിട്ട് ഒരുക്കും. യേശു തൻ്റെ പ്രധാനപ്പെട്ട ഈ ശിഷ്യരെ അയച്ചിട്ട് അവരോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഇന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ, നഗരത്തിൽ നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു പുരുഷൻ നിങ്ങൾക്ക് എതിരെ വരുന്നത് കാണും. ആ മനുഷ്യൻ കയറിപ്പോകുന്ന വീട്ടിലേക്ക് നിങ്ങൾ കയറി ചെല്ലണം. ആ വീട്ടുടയവനോട് നിങ്ങൾ ചോദിക്കണം, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി അത്താഴം കഴിക്കേണ്ടതായ ഇടം, പെസഹ കഴിക്കേണ്ട സ്ഥലം എവിടെയെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് വിരിച്ചൊരുക്കിയൊരു വൻമാളിക കാണിച്ചു തരും. ഇത് കർത്താവ് അവരോട് പറഞ്ഞ ഒരു പ്രവചന സന്ദേശം തന്നെയാണ്. അതായത് ഒരുപക്ഷെ ആ വീട്ടുടയവനുമായിട്ടിത് പറഞ്ഞ് ഒത്തിട്ടുണ്ടെന്ന് തന്നെ വെച്ചോ. എന്നാൽ പോലും ഇവർ ചെല്ലുമ്പോൾ വെള്ളം കുടം ചുമന്നുകൊണ്ട് വരുന്നവനും ഈ പറയപ്പെടുന്ന ശിഷ്യന്മാർ നടന്നു ചെല്ലുന്ന വേഗതയും തമ്മിൽ ക്ലബ്ബ് ചെയ്യണമെങ്കിൽ, ഒത്തുചേർന്ന് വരണമെങ്കിൽ അതൊരു പ്രവചനം തന്നെയാണ്. ചിലത് ദൈവം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ചെല്ലുന്ന നേരവും നിങ്ങൾക്ക് ചിലത് എതിർപ്പെടുന്ന സമയവും ഒന്നായിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകളുടെ മാത്രം പ്രത്യേകതയാണിത്. അത് കാലാവസ്ഥയും മനുഷ്യരുടെ കാലിൻ്റെ ചലനവും
അവരുടെ ഹൃദയമിടിപ്പും ഒരു കുടം വെള്ളം അവർ കോരാനെടുക്കുന്ന സമയവും അത് ചുമന്ന് തോളെ വെക്കുന്ന നേരവും അത് ചുമന്നുകൊണ്ടൊരു മനുഷ്യൻ നടക്കുന്ന സമയവും ഇവിടുന്ന് അപ്പോൾ എതിർവശത്തുനിന്ന് കടന്നു ചെല്ലുന്ന പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ആ ഒരു നടപ്പിൻ്റെ വേഗതയും ഇതെല്ലാം കൃത്യമാംവിധം ഒരേ ശ്രേണിയിൽ സംഗമിക്കത്തക്ക വിധമുള്ള ഒരു അദൃശ്യമായിരിക്കുന്ന ക്രമം ഇതിന് മേൽ വ്യാപരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ദൈവത്തിൻ്റെ കരുതലുകൾ, നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കപ്പെടുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ, അതിലേക്ക് നിങ്ങൾ അടുക്കുമ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് സുഗമമാക്കി തീർക്കേണ്ടതിന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മീതെ ഇന്ന് രാവിലെ ഒരു അദൃശ്യ ക്രമം വ്യാപരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തിയുടെ ആത്മമണ്ഡലത്തിൻ്റെ ഇടപെടലിൻ്റെ കീഴിലാണ് നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ആയിരിക്കുന്നത് എന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ് കർത്താവിന് സ്തോത്രം ചെയ്തു കൊള്ളുക. ദൈവമേ, അങ്ങനെ കാണുന്നുണ്ടോ? ഞാനിവിടെ ഒറ്റയ്ക്കാണ് എന്നൊക്കെയുള്ളതായ സങ്കടകരമായ ചിന്തകൾക്ക് അതീതമായി ഞാൻ ദൈവത്തിൻ്റെ ആ ഒരു ഫീൽഡിൻ്റെ അകത്ത് തന്നെ കർത്താവിൻ്റെ പദ്ധതിയുടെ ആ ഒരു അംബ്രല്ലയുടെ കീഴിലാണ് ഞാൻ ഇന്ന് രാവിലെ ആയിരിക്കുന്നതെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ യാത്ര തുടർന്നു കൊള്ളുക. നിങ്ങൾ ചെല്ലുമ്പോൾ കാര്യങ്ങൾ യഥോചിതം ഒരുക്കപ്പെടുന്നത് കാണും. നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളോട് പറഞ്ഞ അടയാളമായ വ്യക്തി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടും. നിങ്ങൾ ചെല്ലുമ്പോൾ ആ വാതിൽ നിങ്ങൾക്കായി തുറക്കപ്പെടും. യേശു എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വിരിച്ചൊരുക്കി ഒരു വൻമാളിക കാണിച്ചു തരും. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ഒരു വൻമാളിക എന്ന് തന്നെയാണ്, വിരിച്ചൊരുക്കി ഒരു വൻമാളിക എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിലും ഈ വാക്ക് തന്നെ, വിരിച്ചൊരുക്കി ഒരു വൻമാളിക എന്ന് തന്നെയാണ് യേശു പറയുന്നത്. എന്നാൽ ഈ ഒരു അന്ത്യത്താഴത്തിന് ശേഷം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം, പുനരുത്ഥാനം, സ്വർഗാരോഹണം, ഈ വക കാര്യങ്ങൾക്ക് ശേഷം ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പാർത്തിരുന്ന മാളിക മുറി എന്ന നിലയിൽ ഈ പ്രസ്തുത ഭവനത്തിൻ്റെ മുറി രംഗപ്രവേശം ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനത്തിലാണ് ഈ പറയപ്പെടുന്ന വാക്ക് നമ്മൾ കാണുന്നത്. തീർന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ അവർ ഇരുന്നിരുന്ന വീട് എന്നും നമ്മൾ കാണുന്നുണ്ട്. ഞാനൊരു ദൈവാലോചന നിങ്ങളോട് പറയാം. നിങ്ങളുടെ ദേശത്ത് ദൈവം നിങ്ങളുടെ ഭവനത്തെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു കുടുംബം കൂടെ ക്രിസ്ത്യാനികളായി തീർന്നു എന്നുള്ളതായിരിക്കും സമൂഹം പറയുന്നത്. അല്ലെങ്കിൽ അവരിപ്പോൾ ഇന്ന പള്ളിയിൽ ആരാധനയ്ക്ക് പോകുന്നു എന്നായിരിക്കും പറയുന്നത്. അല്ല കേട്ടോ, ദൈവത്തിൻ്റെ കർമ്മ പദ്ധതിക്ക് ഒരു ഭവനം വേദിയായി തീർന്നിരിക്കുന്നു. ആ വീടിനെ സംബന്ധിച്ചിടത്തോളം യേശുവിന് ചിലത് ചെയ്യാനുണ്ട്. അത് ഇന്നുകൊണ്ട് തീരുന്നതല്ല, നാളെ കൊണ്ട് തീരുന്നതല്ല, അത് കണ്ടിന്യൂ ചെയ്യപ്പെടുന്നതാണ്. ഞാൻ വളരെ ശക്തമായി പറയട്ടെ, യേശു നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് തുടങ്ങുന്ന പ്രവൃത്തികൾ വൺ ടൈം അല്ല, അത് കണ്ടിന്യൂസായി മുന്നോട്ടേക്ക് തന്നെ അനസ്യൂതം തുടരുന്ന ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ മേഖലയായി തന്നെ തീരും. നിങ്ങളുടെ വീട്, നിങ്ങളുടെ ദേശത്ത് നിങ്ങളുടെ മാത്രം ഭവനം, അവിടെ കർത്താവിൻ്റെ സാന്നിധ്യം കടന്നു വരുമ്പോൾ അതിന് നിങ്ങളുടെ നാടിൻ്റെ നടുവിൽ ഒരു ദൈവപ്രവർത്തന വേദിയായി തീരുക എന്നുള്ള ഒരു നിസ്തുല്യമായ ഉദ്ദേശം കൂടെയുണ്ട്. കേവലം പാർക്കാനും ഉറങ്ങാനും ജീവിക്കുവാനും ആഹാരം പാകം ചെയ്യാനുമൊക്കെ മനുഷ്യർ ഒരുക്കുന്ന അവരുടെ ആ ഒരു ചെറിയ ഷെൽട്ടർ ദൈവത്തിൻ്റെ വേദിയായി തീരുകയാണ്, കർത്താവിൻ്റെ ഇടപെടലിൻ്റെ സ്ഥലമായി തീരുകയാണ്. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഒരു വീടിനെ കുറിച്ച് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: യേശു അവിടെ ഉണ്ടായിരുന്നു, യേശു ആ വീട്ടിലുണ്ട്, യേശു ആ വീട്ടിലുണ്ട്. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന 100 കണക്കിന് കുടുംബങ്ങളോട് ഞാൻ പറയട്ടെ, നാട്, വീട്, ദേശങ്ങൾ, ബന്ധങ്ങൾ, സുഹൃത്തുക്കൾ, അപരിചിതർ, പരിചയക്കാർ, ഇവരെല്ലാം ഒന്നടങ്കം പറയത്തക്ക വിധം യേശു അവിടെ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കത്തക്ക വിധം നിന്റെ ഭവനം ഒരു ദൈവിക അനുഗ്രഹത്തിൻ്റെ ഇടമായി മാറാൻ പോകുന്നു. ഹല്ലേലൂയ! ധൈര്യത്തോടെ ഇന്ന് രാവിലെ ദൂതന് ആമേൻ പറഞ്ഞതിനെ ഏറ്റെടുത്തുകൊള്ളുക. ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞ് ഇന്നത്തെ മെസ്സേജ് അവസാനിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. യേശു പിറന്നത് അപ്പത്തിൻ്റെ ഭവനമായ ബേഥലഹേമിലാണ്. അവിടുന്ന് ഇടങ്ങൾ നോക്കി. യേശുവിന് ഒരു സത്രത്തിൽ പോലും സ്ഥലം കിട്ടിയില്ല എന്ന്, വഴിയമ്പലത്തിൽ പോലും സ്ഥലം കിട്ടിയില്ല എന്നാണ്. ആ കാലഘട്ടത്തിൽ മൃഗങ്ങളെയൊക്കെ കെട്ടുന്ന നിലയിലുള്ള ഒരു ചെറിയ സാഹചര്യത്തിലാണ് കർത്താവിന് ജന്മമെടുക്കുവാൻ അവസരമൊരുങ്ങിയത്. അപ്പത്തിൻ്റെ വീട്ടിലേക്ക് വന്നവന് ജനിക്കുവാൻ ഇടം കിട്ടാതെ പോയപ്പോൾ പേരിൽ വീടെന്ന് പറയുന്ന നിലയിൽ അലങ്കരിക്കപ്പെട്ടൊരു നാട്ടിൽ ബേഥലഹേമിൽ യേശുവിന് നന്നായി പറവിയെടുക്കുവാനുള്ളതായ ഇടം കിട്ടിയില്ല എങ്കിൽ കൂടിയും തൻ്റെ പരിശുദ്ധമായ തിരുസഭയെ യേശു ജന്മമെടുക്കുവാൻ അനുവദിച്ചത് വിരിച്ചൊരുക്കിയ മാളികയിൽ, ആമേൻ, അലങ്കരിക്കപ്പെട്ട ഈ മുറിയിൽ, അല്ലെങ്കിൽ ശ്രേഷ്ഠമായ ഈ മാളിക മുറിയിൽ അവർ ഇരുന്ന ആ വീട്ടിലാണ് കർത്താവ് അതിന് ഇടമൊരുക്കിയത്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ദൈവിക ദൂതാണ്. അവർ
പാർത്തിരുന്ന വീട് എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു പ്രസ്തുത സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൻ്റെ ദാരിദ്ര്യം, കർത്താവിൻ്റെ ആ ഒരു ജനിക്കുവാൻ ഇടം പോലും കിട്ടാതെ പോയതായ തൻ്റെ ആ ദാരിദ്ര്യം തൻ്റെ പരിശുദ്ധ സഭയെ സമ്പന്നമാക്കിയതായിട്ട് നമ്മളിവിടെ കാണുകയാണ്. യേശുവിൻ്റെ ജീവിതത്തിൽ കർത്താവ് സഹിച്ച പലതും നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലതിന് കാരണമായി തീർന്നു. യേശുവിൻ്റെ ക്രൂശീകരണം നമ്മുടെ നിത്യജീവന് കാരണമായി. യേശുവിൻ്റെ അടികൾ നമ്മുടെ സൗഖ്യത്തിന് കാരണമായി. യേശുവിന് നല്ലൊരു ഭവനം പിറക്കുവാൻ കിട്ടിയില്ല എങ്കിൽ കൂടിയും തൻ്റെ സഭയെ ജന്മമെടുപ്പിക്കുവാൻ യേശു ഒരുക്കിയത് ഒരു നല്ല വൻ മാളിക തന്നെയാണ്. വിരിച്ചൊരുക്കിയ മാളിക മുറിയിൽ കർത്തൃമേശ സ്ഥാപിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാളിക മുറിയിൽ തന്നെ തൻ്റെ സഭയ്ക്ക് വേണ്ടി ഇടമൊരുക്കി. വേദപണ്ഡിതന്മാരുടെ ഇടയിൽ ഇത് ശലോമോൻ്റെ മണ്ഡപമായിരുന്നു എന്നൊക്കെയുള്ളതായി ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും ബൈബിളിൽ കൃത്യമായി എഴുതപ്പെട്ടിരിക്കുന്നത് ഇതാകയാൽ നമുക്കതിനെ അതുപോലെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. യേശുവിന് തലചായ്ക്കുവാൻ ഇടം കിട്ടിയില്ല എങ്കിൽ കൂടിയും എനിക്ക് തലചായ്ക്കുവാൻ ഇടമില്ല എന്ന് തന്നെ അനുഗമിക്കുവാൻ പോകുന്ന ഒരു ശിഷ്യനോട് യേശു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടിയും തൻ്റെ സഭയ്ക്ക് വേണ്ടി യേശു ഏറ്റവും നല്ലതിനെ ഒരുക്കി. യേശു തൻ്റെ സഭയെ ജന്മമെടുപ്പിച്ചത് ഏറ്റവും നല്ല ഒരു ഭവനാന്തരീക്ഷത്തിലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലതൊരുക്കുവാൻ യേശു നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ഹീനമായത് ഏറ്റെടുക്കുവാൻ തയ്യാറായി. യേശുവിൻ്റെ കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലതിന് കാരണമായി. യേശുവിൻ്റെ വേദനകൾ നമ്മുടെ ആശ്വാസങ്ങൾക്ക് കാരണമായി. യേശു ഏറ്റവും ശോചനീയമായതിനെ നമുക്ക് വേണ്ടി സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമേറിയ തൻ്റെ പിതാവിൻ്റെ ഭവനം നമുക്ക് വേണ്ടി ഒരുക്കി. ഏറ്റവും നല്ല സ്വർഗത്തിൻ്റെ സന്തോഷം, നിത്യജീവൻ്റെ അനുഗ്രഹം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി. യേശുവിൽ ഇന്ന് രാവിലെ നിങ്ങൾ തിരയേണ്ടത് ഏതോ ഭൗതിക ദാനങ്ങളല്ല. അത് തരുവാൻ കർത്താവ് വളരെ മതിയായവനാണ്. അത് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. പക്ഷേ യേശു സഹിച്ച തൻ്റെ ഈ ഒരു സഹനങ്ങളാൽ, കർത്താവിൻ്റെ ഈ ഒരു കഷ്ടങ്ങളാൽ അവിടുന്ന് നമുക്ക് വേണ്ടി ഏറ്റവും ശക്തമായി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. യേശുവാണ് നമുക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ ദാനം. യേശു തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നു, നിത്യജീവനെ നൽകുന്നു, അനുഗ്രഹീതമായ ദൈവിക ബന്ധത്തിൻ്റെ നിത്യകാലം നമുക്ക് നൽകുന്നു. ഇത് നമുക്ക് ഇന്ന് രാവിലെ പ്രാപിക്കുവാൻ മനസ്സുവെക്കാം. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് രാവിലെ 100 വേദനകളുണ്ടാകാം, പല വിധത്തിലുള്ളതായ ആങ്സൈറ്റികളുണ്ടാകാം, ഇന്നെൻ്റെ കാര്യം എങ്ങനെ നടക്കുമെന്നുള്ളതായ ചിന്ത നിങ്ങൾക്കുണ്ടാകാം. പക്ഷേ ഈ ദൂതിനാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു ഇടം കർത്താവ് നിങ്ങൾക്ക് കാണിച്ചു തരും. വിരിച്ചൊരുക്കിയ മാളിക മുറി തൻ്റെ ശിഷ്യന്മാർക്കായി കർത്താവ് ഒരുക്കി കാണിച്ചതുപോലെ, കൃത്യമായൊരു അടയാളം കർത്താവ് കാണിച്ചതുപോലെ 2 കാര്യങ്ങൾ ഞാൻ പറയുന്നു. 1, നിങ്ങൾക്ക് ഇന്ന് പകൽ ദൈവം ഒരു അടയാളം തരും. 2, നിങ്ങൾക്കൊരു സ്ഥലം ദൈവം തരും. ഒരടയാളം, ഒരു സ്പേസ്, ഇത് രണ്ടും നിങ്ങൾക്കായി ഒരുക്കപ്പെടുകയാണ്. കർത്താവായ യേശുവേ, ഇന്നത്തെ ദൈവിക ദൂതിൻ്റെ മുമ്പിൽ ഒത്തിരി വേദനയോടുകൂടെ പ്രാർത്ഥിക്കുന്ന, ഒരുപാട് സങ്കടങ്ങളോടുകൂടെ എന്നോട് ചേർന്നായിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ പ്രാർത്ഥിച്ച് ദൈവകരത്തിൽ സമർപ്പിക്കുന്നു. ഇവർക്ക് വിടുതലിനും ആശ്വാസത്തിനും പുരോഗതിക്കുമായി ദൈവമേ ഇന്നത്തെ ദൂതിനെ ദൈവം ഒരുക്കിയിരിക്കുന്നല്ലോ. ഇന്നിത് കേട്ട് പ്രാർത്ഥിക്കുന്ന സകലരുടെയും ജീവിതത്തിൽ ഇതൊരു വലിയ ബലമായി അനുഗ്രഹമായി തീരട്ടെ. മുന്നോട്ട് എന്ത് എന്ന ചോദ്യത്തിന് മുമ്പിൽ ഞാനൊരടയാളം നിനക്ക് തരുന്നു. ആമേൻ. ഞാൻ നിനക്ക് ഒരു സ്ഥലം ഒരുക്കിയിരിക്കുന്നു. ഈ വാക്ക് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. യേശോപ്പ, അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സമാധാനത്താലും സന്തോഷങ്ങളാലും നിറയ്ക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ദൂത് ഇവിടം കൊണ്ട് തീരുന്നില്ല. വിവരിക്കാൻ പോയാൽ ഒത്തിരി ഉണ്ട്. അതുകൊണ്ടാണ് വളരെ ഒരു മുഖവര എന്ന നിലയിൽ ഇത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. നാളെ ഈ ദൈവാലോചനയുടെ ബാക്കി ഭാഗം ഞാൻ നിങ്ങളോട് പറയും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ആമേൻ, ആമേൻ, ആമേൻ.